നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഹിൽ മസ്തിഷ്കത്തെ ഒരു ട്രാൻസ്മിറ്ററിനെയും റിസീവറേയും പോലെ പ്രവർത്തിക്കുന്ന ശക്തിയുള്ള ഒരു ഉപകരണമെന്ന് പറയുന്നു. മനസ്സിൽ വരുന്ന ചിന്തകൾ ഒരു റേഡിയോ തരംഗം പോലെയാണ്. അവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ധനസമ്പാദനം ഉൾപ്പെടെയുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാം. 1. മസ്തിഷ്കം, ചിന്താശക്തിയുടെ പ്രഭവ കേന്ദ്രം. മസ്തിഷ്കം ചിന്തകളുടെ ആവികരണ കേന്ദ്രമാണ്. മനസ്സിൽ ഉയരുന്ന ചിന്തകൾ ദൃഢതയോടെയും ഉദ്ദേശശക്തിയോടെയും ആവർത്തിച്ചാൽ അവ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ സമാനമായ ചിന്തകളെ ആകർഷിക്കാൻ കഴിയും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ അധ്യായം രൂപപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലുണ്ടാകുന്ന നേട്ടസാധ്യതയുള്ള ചിന്തകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ധനം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കളക്റ്റീവ് ഇൻ്റലിജൻസ്, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ ശക്തി. ഒരേ ലക്ഷ്യമുള്ള ആളുകളുടെ ചിന്തകൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ ബുദ്ധിശക്തി നിർമ്മിക്കാം. ഇതിനെ ഹിൽ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും തങ്ങളുടെ ചിന്താശക്തിയും അതിജീവന ശേഷിയും പങ്കിടുമ്പോൾ അതിൽ നിന്ന് വലിയ സംരംഭങ്ങൾ രൂപപ്പെടുന്നു. ലോകത്തിലെ വിജയിച്ച മിക്ക ഗ്രേറ്റ് ലീഡേഴ്സും മാസ്റ്റർ മൈൻഡിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. വിജയിച്ചവരോട് അടുത്ത് നിലകൊണ്ടാൽ അവരുടെ ചിന്തകളും ആശയങ്ങളും നിങ്ങൾക്ക് സ്വീകാര്യമാകും. ഉദാഹരണം ഹെൻറി ഫോർഡ്, തോമസ് എഡിസൺ, ആൻഡ്രൂ കാർനെഗി, അലക്സാണ്ടർ ഗ്രഹാം ബെൽ തുടങ്ങിയവർക്ക് തങ്ങളുടെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ച മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. തികച്ചും അജ്ഞാതരായ പല ആളുകളും ഈ തത്വം ഉപയോഗിച്ച് വിജയിച്ചു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രാധാന്യം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കരുത്തുറ്റ ഉപകരണമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനുമുള്ളതിലധികം പവർ ഉപചേതന മനസ്സിനുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇത് പതിവായി പ്രോഗ്രാം ചെയ്യുമ്പോൾ അവ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ഓട്ടോ സജഷൻ, സ്വയം നിർദ്ദേശം വഴി മനസ്സിനെ ശരിയായ ദിശയിൽ റീസെറ്റ് ചെയ്യാനാകും. പ്രതിദിനം ഉറക്കത്തിനു മുമ്പ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആവർത്തിക്കുക. വിജയിച്ചവരുടെ ജീവിത കഥകൾ പഠിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും ആവർത്തിക്കുക. ഇൻസ്പിറേഷൻ ആൻഡ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ചില വലിയ വ്യക്തികൾക്ക് തങ്ങളുടെ ആത്മീയ ബുദ്ധിശക്തിയുടെ പ്രയോഗതലത്തിലൂടെ വിജയങ്ങൾ നേടിയതായി ഹിൽ പറയുന്നു. ശാന്തമായ മനസ്സിൽ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ്സിൽ നിന്നും ആശയങ്ങൾ ലഭിക്കാം. ഇൻസ്റ്റിങ്ക്റ്റ് ആശയങ്ങൾ, ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. ഉദാഹരണം എഡിസനെ പോലെയുള്ള ആളുകൾക്ക് പുതിയ ആശയങ്ങൾ ഉറക്കത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തിനിടയിൽ ലഭിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ഫോക്കസ് ചെയ്യുന്നവർക്ക് വലിയ മുന്നേറ്റങ്ങൾ നേടാൻ കഴിയും. വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വയ്ക്കുക. വൈറലാകുന്ന ആശയങ്ങൾ മാത്രം മുൻഗണന നൽകുക. ഉറക്കത്തിന് മുമ്പ് അതിവ്യക്തമായ ഓട്ടോ സജഷൻസ് ആവർത്തിക്കുക. അവതരിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ നല്ല ആശയങ്ങൾ പങ്കിടുക. ആപ്പിൾ CEO ടീം കുക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബിസിനസ് നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആലോചനാശക്തി, ത്യാഗബോധം, കഠിനാധ്വാനം, അനുഭവജ്ഞാനം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയ വിജയത്തിലേക്ക് നയിച്ചു. നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായം ടീം കുക്കിൻ്റെ ജീവിതത്തിലേക്കുള്ള വഴികളിൽ വലിയ പങ്കുവഹിച്ച ഘടകങ്ങളായി പൊരുത്തപ്പെടുന്നുണ്ട്. 1. ചിന്താശക്തിയുടെ പ്രയോജനം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പ്രകാരം മസ്തിഷ്കം ഒരു റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. ശരിയായ ചിന്തകൾ ഉപയോഗിച്ചാൽ സമാനമായ ചിന്തകളെ ആകർഷിക്കാൻ കഴിയും. ടീം കുക്ക് ഒരു സ്മാർട്ട് തിങ്കറാണ്. സ്റ്റീവ് ജോബ്സിൻ്റെ വഴികാട്ടൽ പിന്തുടർന്ന് ആഗോള വിപണിയിൽ ആപ്പിളിനെ അതിപ്രധാന ബ്രാൻഡായി മാറ്റി. വലിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് കഴിവ് ഉപയോഗിച്ചു. അദ്ദേഹം ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നിർമ്മിച്ചു. ആപ്പിളിലേക്ക് നോക്കുന്ന മികച്ച വ്യക്തികളുമായി പ്രവർത്തിച്ചു. ചിന്തകളുടെ ശക്തി ഉപയോഗിച്ച് വിജയത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് ടീം കുക്ക്. 2. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. ടീം കുക്കിൻ്റെ വിജയരഹസ്യം അതുമായി കണക്ട് ചെയ്താൽ എങ്ങനെയാണ്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പ്രകാരം ഒരേ ലക്ഷ്യമുള്ള ആളുകൾ ചേർന്നാൽ അവരെക്കാളും ശക്തമായ ബുദ്ധിശക്തി രൂപപ്പെടും.
ടിം കുക്ക് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു മികച്ച ടീം ഉപയോഗിച്ചു. ആപ്പിൾസ് എക്സ്ക്ലൂസീവ് ടീം ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ മികച്ച ബുദ്ധിമുട്ടായ തീരുമാനങ്ങൾ പോലും എടുത്തു. വലിയ തോതിൽ ആപ്പിൾ മുന്നോട്ട് പോയത് മികച്ച ചിന്താശക്തിയാണെന്നതിന് തെളിവാണ്. ഐഫോൺ ആൻഡ് ആപ്പിൾ വാച്ച് പോലെ മികച്ച ഉൽപ്പന്നങ്ങൾ ടീം കുക്കിൻ്റെ നേതൃത്വത്തിൽ വിപണിയിലിറങ്ങി. ഏറ്റവും വലിയ കസ്റ്റമർ ട്രസ്റ്റ് ആപ്പിളിന് സ്വന്തമായി. 3 ഓട്ടോസജഷൻ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പ്രകാരം സബ് കോൺഷ്യസ് മൈൻഡ് ലക്ഷ്യങ്ങൾ പതിവായി നിക്ഷേപിക്കണം. ടിം കുക്ക് മൂല്യങ്ങൾ, കസ്റ്റമർ സെൻട്രിക് ആഗ്രഹങ്ങൾ എന്നിവ സ്ഥിരമായി അവയുടെ ബിസിനസ് തീരുമാനങ്ങളിലെ പ്രധാന അംശങ്ങളാക്കി. അദ്ദേഹം ഉറച്ച മനസ്സുമായി പ്രവർത്തിച്ചപ്പോൾ അത് വിജയത്തിലേക്ക് നയിച്ചു. പ്രായോഗിക ഉദാഹരണം: സ്റ്റീവ് ജോബ്സിൻ്റെ അവസാന കാലഘട്ടത്തിൽ ടിം കുക്ക് അവിടം ഏറ്റെടുക്കുമ്പോൾ ആപ്പിളിനെ തകർന്നു പോകാതെ മുന്നോട്ട് നയിച്ചു. കൺസിസ്റ്റൻസി ആൻഡ് ഫോക്കസ്. സ്ഥിരതയും കേന്ദ്രീകൃത മനസ്സും തന്നെയാണ് വിജയത്തിൻ്റെ മെയിൻ ടൂൾ. 4. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പ്രകാരം വിജയിച്ചവർക്കുള്ള ഏറ്റവും വലിയ സവിശേഷത ഡിസിഷൻ മേക്കിംഗ് പവറാണ്. ടിം കുക്ക് വളരെ വേഗത്തിൽ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എല്ലാം ഡാറ്റ ഡ്രിവൺ ആൻഡ് ഇൻറ്റ്യൂഷൻ ഡ്രിവൺ ആണെന്നും പറയുന്നു. ദി റൈറ്റ് ഡിസിഷൻ ആൻഡ് ദി റൈറ്റ് ടൈം എന്നതിന് ഉദാഹരണമാണ് ടിം കുക്ക്. പ്രായോഗിക ഉദാഹരണം: ആപ്പിൾ സപ്ലൈ ചെയിൻ സിസ്റ്റം അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തു. ആഗോള വ്യാപാര പ്രശ്നങ്ങൾക്കും COVID-19 പാൻഡമിക് പ്രതിസന്ധികൾക്കും വേഗത്തിൽ പരിഹാരം കണ്ടു. നിങ്ങളുടെ ജീവിതത്തിലും തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ ഈ 6-ാം അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ശരിയായ വിധത്തിൽ ഉപയോഗിച്ച് വലിയ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.